മക്കളെ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലങ്ങളും 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യാൻ പഠിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? അതിനു മുമ്പേ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മുഴുവൻ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും അയച്ചു കൊടുക്കുക. അപ്പം നേരെ നമുക്ക് വീഡിയോസിലേക്ക് വരാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് ഒരാളെ പരിചയപ്പെടാം. ടുട്ടുമോൾ അല്ലെ, നമ്മൾ ഈ മോൾ കൺസെപ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ടെക്നിക്കൽ വേർഡാണ് ടുട്ടുമോൾ, ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ ദി മോൾ. ഓക്കെ, തുടങ്ങുന്നതിന് മുമ്പേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ബേസിക് ആയിട്ടുള്ള ഐഡിയ എത്രയേ ഉള്ളൂ. അറ്റോമിക് മാസ് എല്ലാവർക്കും അറിയാം. ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി എല്ലാവർക്കും അറിയാം. അറ്റോമിക് മാസ് അല്ലെ, അറ്റോമിക് മാസ് നിങ്ങൾക്ക് എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെയും കിട്ടില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കിട്ടും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തരും. ഓക്കെ, ഇനി ഈ അറ്റോമിക് മാസുകളെ നമ്മളൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? മോളിക്കുലാർ മാസും കിട്ടും. മറന്നു പോരുന്നേ മക്കളെ, അറ്റോമിക് മാസുകളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. അഥവാ ഇതിനെ നമ്മൾ മലയാളത്തിൽ തന്മാത്രാ ഭാരം എന്നാണ് പറയുന്നത്. മലയാളം മീഡിയക്കാർ മോളിക്കുലാർ മാസും എന്നും പഠിച്ചു നോക്കുക, തന്മാത്രാ ഭാരം എന്നും പഠിച്ചു നോക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ അറ്റോമിക് മാസ് ക്വസ്റ്റ്യൻ പേപ്പർ തരും, അറ്റോമിക് മാസ് കൂട്ടിക്കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് കിട്ടും. റെഡിയാണല്ലോ മക്കളെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് സൊല്യൂഷനിലേക്ക് പോകാം. ഇതാണ് നമ്മളെ ടുട്ടുമോളുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ നമ്മുടെ സെന്ററിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇതാണ് വായ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ക്വസ്റ്റ്യങ്ങളും ഈസി ആയിട്ട് ഈ ഒരു രൂപം നിങ്ങൾ ഒരു 2 മിനിറ്റ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ ആ ടെക്നിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു കാര്യത്തിലേക്ക് പോകാം. മക്കളെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരു ഏരിയ, അതായത് തലയുടെ ഈ ഒരു ഏരിയ ആറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആറ്റം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏത്? ദാ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ആറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പുറത്തെ ഭാഗം, അതായത് തലയുടെ ലെഫ്റ്റ് ഭാഗം മോളിക്യൂൾസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി കാണും. തന്മാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തലയുടെ റൈറ്റ് ഭാഗം ആറ്റത്തിനെയും തലയുടെ ലെഫ്റ്റ് ഭാഗം മോളിക്യൂൾസ് അഥവാ തന്മാത്രയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതാദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണേ. മാസ് ഉണ്ട്, വ്യാപ്തമുണ്ട്, നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ചോദ്യത്തിനകത്ത് ഗ്രാം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് മാസ് ആയിരിക്കും. ഓക്കെ, ഗ്രാമിലാണ് തരുന്നതെങ്കിൽ മാസ്. ഇനി ലിറ്ററിലാണ് ചോദ്യത്തിൽ തരുന്നതെങ്കിൽ അത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ആയിരിക്കും. വോളിയം അറ്റ് STP വ്യാപ്തമായിരിക്കും. നമ്പറിന് നമുക്ക് പ്രത്യേക യൂണിറ്റ് ഒന്നുമില്ല, ഒരു നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ചോദ്യം തരും. ഇതാണ് നമുക്ക് ചോദ്യത്തിനകത്ത് നിന്ന് ഇവരെ തിരിച്ചറിയാനുള്ള മാർഗം. ഓക്കെ, മറന്നു പോരുത്. ആറ്റത്തിന്റെ സൈഡും തന്മാത്രയുടെ സൈഡും നിങ്ങൾ മറന്നു പോരുത്. ആറ്റത്തിന്റെ സൈഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രാം അറ്റോമിക് മാസ് മോൾ കേട്ടോ. ഗ്രാം അറ്റോമിക് മാസ് മോൾ അല്ലെങ്കിൽ മോളെ എന്ന് നമുക്ക് പറയാം. ഇനി അപ്പുറത്താണെങ്കിൽ GMM മോൾ അല്ലെ, ഗ്രാം മോളിക്കുലാർ മാസ് മോൾ, മോളെ എന്ന് ഓർക്കുക. മോളെ അപ്പുറത്ത് മോളെ, മോളെ കേട്ടോ. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്ക് വളരെ ശ്രദ്ധിച്ചേക്കണം. മാസ് തന്നിട്ട് നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. ഈ സെൻട്രലിലേക്ക് പോകുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മാസ് തന്നിട്ട് ഇങ്ങോട്ട് പോകാനാണെങ്കിൽ ഹരിക്കാം, നമ്പർ തന്നിട്ട് നേരെ മേലോട്ട് പോകണമെങ്കിൽ ഹരിക്കാം. ഇനി വോളിയം അല്ലെങ്കിൽ വ്യാപ്തം തന്നിട്ട് ഇങ്ങോട്ട് പോകാനാണെങ്കിൽ ഹരിക്കാം. നേരെ തിരിച്ച് താഴേക്ക് വരുന്നത് കംപ്ലീറ്റ് ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. താഴേക്ക് വരികയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം മനസ്സിലാക്കുക. സെൻറ്റർ ഈ തലയിലേക്ക് പോകുന്ന കംപ്ലീറ്റ് ഭാഗങ്ങളും നമ്മൾ ഹരിക്കുകയാണ്. തലയിൽ നിന്ന് താഴേക്ക് വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ഗുണിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് സാർ ഹരിക്കുകയും ഗുണിക്കുകയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നിങ്ങൾ ഹരിക്കേണ്ടത് അറ്റോമിക് മാസ് കൊണ്ടോ അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ടോ ആണ് ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയ അത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇനി ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്യേണ്ടത് 22.4 ലിറ്റർ കൊണ്ട് ഹരിക്കുക, അതേപോലെ തന്നെ ഇങ്ങോട്ടാണെങ്കിൽ ഗുണിക്കുക. ഈ ഒരു സൈഡിൽ ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്യേണ്ടത് 22.4 കൊണ്ടാണ്. ഇനി ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്യേണ്ടത് 6.022 × 10⁻23 കൊണ്ടാണ് നമ്മൾ ഗുണിക്കുകയും ഹരിക്കുകയൊക്കെ ചെയ്യേണ്ടത്.
മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, തലയിലേക്ക് പോകുന്നത് കംപ്ലീറ്റ് ഹരിക്കുക, തലയിൽ നിന്ന് വരുന്നത് ഗുണിക്കുക. ഓരോ സൈഡിലും ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അറ്റോമിക് മാസ് കൊണ്ടോ മോളിക്കുലർ മാസ് കൊണ്ടോ ആണ് ഈ ഒരു ഏരിയയിൽ ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയ ചെയ്യേണ്ടത് 22.4 കൊണ്ടാണ് ഹരിക്കുകയും ഗുണിക്കുകയും ചെയ്യേണ്ടത്. ഈ ഒരു ഏരിയയിൽ 6.022 × 10⁻23 കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യാം. ഇതാണ് നമ്മളെ ടുട്ടുമോള് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഭാഗം. ഇത്രയേ ഉള്ളൂ. ഏത് ചോദ്യവും ചെയ്യാനുള്ള ഒരു ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പം വരാൻ തുടങ്ങും. അപ്പൊ മക്കളെ, ടുട്ടുമോള് എന്താണ് ഔട്ട്ലൈൻ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിങ്ങനെ പഠിച്ചാൽ പോരല്ലോ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കണല്ലോ. പ്രോബ്ലം പിടിച്ചോളി. 90 ഗ്രാം വാട്ടർ അല്ലെ, 90 ഗ്രാം ജലം, ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം ആണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കുക. നന്നായിട്ട് വായിച്ചതിന് ശേഷം നമുക്കുള്ള സംഖ്യകളൊക്കെ എടുക്കുക. 90 ഗ്രാം അല്ലെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഔട്ട്ലൈൻ ടുട്ടുമോള വരയ്ക്കാം. നമുക്കിവിടെ ഇങ്ങനെ വരച്ചു വെക്കാം. ഒരു റെഡി ചെറിയൊരു സാധനം നമുക്കിവിടെ വരച്ചു വെക്കാം. റെഡി. അപ്പൊ 90 ഗ്രാം ജലം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഗ്രാം ആണ് ചോദ്യമെങ്കിൽ അല്ലെങ്കിൽ ഗ്രാം ആണ് തന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ട സ്ഥലം ഇവിടെയാണ്. 90 ഗ്രാം എന്ന് എഴുതി വെച്ചു അല്ലെ. അതായത് ഈ കൈയിന്റെ ഇവിടെയാണ് 90 ഗ്രാം വരിക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോളാണ് അല്ലെ, മോളുകളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം എവിടെയാണ്? ഈ മോളാണോ ഈ മോളാണോ? 2 മോളുണ്ട് അല്ലെ, ജാം മോളും ഉണ്ട് ജിം മോളും ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ഏത് മോളാണ്? മോള് ശരിക്കും 2 ഉണ്ട് കേട്ടോ. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ആറ്റത്തിന് മോളുണ്ട്, തന്മാത്രയ്ക്ക് മോളുണ്ട്. ആറ്റത്തിന് മോളുണ്ട്, മോളിക്യൂൾസിന് മോളുണ്ട്. 2 മോളുകളുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചത്, സാർ ഇത് ഏത് മോളാ എടുക്കേണ്ടത്? അതറിയാൻ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ ഇപ്പൊ തൊട്ടടുത്ത് തന്നിരിക്കുന്ന വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു തന്മാത്രയാണ് അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ് അല്ലെ. ഈ ജലം എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ പോകേണ്ട സ്ഥലം ഏതാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസ് വരുമ്പോൾ ഈ സൈഡാണ്, തലയുടെ ഏത് സൈഡ്? ലെഫ്റ്റ് സൈഡാണ്. അപ്പം വരേണ്ട മോൾ ഇതാണ് അല്ലെ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മോളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ആറ്റമാണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട മോൾ ഇതാണ്. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രയാണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ കണ്ടുപിടിക്കേണ്ട മോൾ ഇതാണ്. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ 90 ഇവിടെ പ്ലേസ് ചെയ്തു. നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഇവിടെയാണ്. അപ്പൊ 90-നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം, മേലോട്ട് കൊണ്ടുപോകണം. 90 അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. തലയിലേക്ക് പോകുന്നത് കംപ്ലീറ്റ് ഹരിക്കാന്നാ പറയുന്നത്. അപ്പൊ 90 ഹരിക്കണം. ഏതുകൊണ്ടാണ്? ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ അറ്റോമിക് മാസ് കൊണ്ട് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ട് അല്ലെ. ഏതാണ് സാർ എടുക്കേണ്ടത്? ചോദിച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഏതാ മക്കളെ? മോളിക്യൂൾസ് ആണ്, തന്മാത്രയാണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് മോളിക്കുലാർ മാസ് ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ് ആണ് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഇവിടെ 90 / മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ തന്മാത്രാ ഭാരം കൊണ്ടായിരിക്കുക. സാർ ഈ മോളിക്കുലാർ മാസ് എവിടുന്നാ കിട്ടുക? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മോളിക്കുലാർ മാസ് കിട്ടണമെങ്കിൽ അറ്റോമിക് മാസ് കൂട്ടണം അല്ലെ. അറ്റോമിക് മാസ് എവിടുന്നാ കിട്ടുക? ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നമ്മൾ തൊട്ട് ബാക്കിലായിട്ട് പറഞ്ഞാണ് അല്ലെ. അറ്റോമിക് മാസ് ക്വസ്റ്റ്യൻ പേപ്പർ തരും. അറ്റോമിക് മാസ് കൂട്ടിയാൽ എന്ത് കിട്ടും മക്കളെ? ഇവിടെയുള്ള മോളിക്കുലാർ മാസ് കിട്ടും. അപ്പോൾ H2O ഈ സാധനങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് മോളിക്കുലാർ മാസ് 18 കിട്ടും അല്ലെ. അപ്പൊ 90 / 18 5 മോൾ എന്നാണ് നമുക്ക് ഉത്തരം വരിക. 5 മോൾ. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ നമ്മളെ ഇവിടെ കിട്ടി 5 മോൾ എന്ന് കിട്ടി. അത് ശരിയാ സാറേ. പക്ഷെ ഇതിന്റെ മോളെ ഒരു GMM കൂടി കാണുന്നുണ്ടല്ലോ. അതെന്താണ് അല്ലെ? അപ്പൊ 5 മോൾ ആണെങ്കിൽ GMM എത്രയാ മക്കളെ? 5 തന്നെ ആയിരിക്കും. ഒരു വെടിക്ക് 2 പക്ഷി. ടുട്ടുമോളെ കണ്ട അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട് അല്ലെ. 5 മോൾ എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണം 5 ആണെങ്കിൽ GMM-ന്റെ എണ്ണവും 5 ആയിരിക്കും. ഇനി സപ്പോസ് നിങ്ങളൊന്ന് വിചാരിക്കുക, മോളിന്റെ എണ്ണം 2 ആണ്, GMM-ന്റെ എത്ര എണ്ണമായിരിക്കും? 2 തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു രഹസ്യം കൂടി ഉണ്ട്. വളരെ ഈസി ആയിട്ട് ഏത് പ്രോബ്ലവും നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കൂളിൽ വെച്ച ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ എജു പോർട്ടിലൂടെ കണ്ട ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടിയ പ്രോബ്ലങ്ങൾ, ഇതൊക്കെ ഒന്ന് നമ്മളെ ടുട്ടുമോളെ വെച്ച് ചെയ്യാം. അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാം? എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ടുട്ടുമോളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈസി ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്. ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എങ്ങനെയായിരുന്നു
ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് താഴെ കമൻറ്റിൽ മക്കൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണം. മാത്രമല്ല പിന്നെ നമ്മുടെ എന്താണ് ലൈവുകൾ ഇന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ SSLCൻ്റെ കിടുക്കൽ ലൈവുകൾ വരുന്നുണ്ട്. മാത്രമല്ല ഹനാൻഷ അതുപോലെ തന്നെ സ്റ്റീൽ ഇവരൊക്കെ എന്താണ് നമ്മളെ ഈ ഒരു ഓണപ്പരീക്ഷ കളറാക്കാൻ വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, മാക്സിമം ആളുകളെയും കൂട്ടി നിങ്ങൾ വൈകിട്ട് 7 മണിക്ക് തന്നെ ലൈവിലെത്തണം. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം. ഗുഡ് ബൈ.